നമുക്കുള്ളത് യൂട്യൂബ് അല്ല ഞാൻ ചോദിക്കണല്ലോ ഷോർട്ട് വീഡിയോ. ഇപ്പൊ താത്തലില്ലാത്ത തുടങ്ങിയാണ് കിച്ചന്റെ പരിപാടി അല്ലേ, നിങ്ങൾ അങ്ങനത്തെ കൊണ്ടുവരക്കുണ്ടോ ആ ചാനൽ? പക്ഷേ രണ്ടും ഉണ്ട്. അതിൽ ഷോർട്ടിൽ അത് ഇടും. ഡെയിലി ഷോർട്ടിൽ നമ്മളെ ബിസിനസ് ഉണ്ടോ ഡെയിലി 3 മണിക്ക്. അത് രാത്രി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ. ഫാമിലി പിന്നെ ഇവിടുത്തെ ഫാമിലി സപ്പോർട്ട് ആണ്. അപ്പൊ പിന്നെ ഹസ്ബൻഡിന്റെ ബാക്കിയുള്ളവരും നിങ്ങളെ ബാക്കിയുള്ളവരൊക്കെ എല്ലാരും സപ്പോർട്ടാണ്. സപ്പോർട്ടിന് ഞാനിത് ആരോടൊന്നും പറയലില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് മാത്രമേ പറയുള്ളൂ ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങുന്നുണ്ട്, എന്താ ചെയ്യുന്നത്. ഡ്രൈവിംഗ് പഠിച്ചാൻ പോയി, അതും ഞാൻ ആരെയും അറിയിച്ചില്ല. എന്റെ ആങ്ങളോട് എന്റെ കുടിക്കാരൻ ഉപ്പാനോട് ഒന്നും പറഞ്ഞില്ല. പിന്നെ വണ്ടിയും കൊണ്ട് പോയിട്ടാണ് ഒരാൾ കണ്ടത്. എല്ലാരും സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ അല്ല നെഗറ്റീവ് പറഞ്ഞാൽ ഓര് നമ്മളോട് ഇപ്പൊ എന്താ ഡ്രൈവിംഗ് അടിച്ചു ഇപ്പൊ റോഡിൽ കൂടി ഇറങ്ങുക, എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും, 3 ആൺകുട്ടികളല്ലേ ഒരു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു, പിന്നെ നമ്മളവിടെ വണ്ടി എടുക്കൂല. അപ്പൊ ഞാൻ അന്നൊക്കെ ആദ്യമൊക്കെ ആങ്ങൾ അങ്ങനെ പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോ വണ്ടി കിട്ടു പോകുമ്പോ ഈ കജ്ജും കാലും ഒടിച്ച് ഇനിയിപ്പോ അത് പണിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അത് വേണ്ട, സ്റ്റാറ്റസ് കണ്ടിട്ടാണ് വണ്ടി കൊണ്ട് പോണ സ്റ്റാറ്റസ്. പഠിക്കണം, എല്ലാരും പഠിക്കണം, പരിയിലുള്ള എല്ലാരും വണ്ടി എടുക്കണം. ആർക്കും അപ്പോൾ അത്യാവശ്യം വരാന്ന് അറിയാൻ. എനിക്കിപ്പോ വണ്ടി പഠിച്ചതിന്റെ ശേഷം അൽഹംദുലില്ലാ ഇപ്പൊ ഇവരെ കൊണ്ടുപോകാൻ പോരാ അങ്ങനെയൊന്നും നമുക്ക് ആരും വിളിക്കേണ്ട ആവശ്യം. പിന്നെ അതും ആദ്യം ഇന്നോവയിന് വണ്ടി അയിമ തപ്പി പഠിച്ചു. ആ ഇന്നോവയും കൊണ്ടാണ് ഞാൻ ആദ്യം വിട്ട് പഠിച്ചു പോയത്. വലിയ വണ്ടി തന്നെയാണ് ആദ്യം പഠിച്ചത്. ആദ്യം വണ്ടി അത് ഈ മുറ്റത്തിട്ട് കറക്കി. ഈ മുറ്റത്തൊക്കെ കറക്കണം എന്നുണ്ടെങ്കിൽ മുറ്റത്ത് എന്താ ഡ്രൈവിംഗ് അതിലുണ്ടല്ലോ അല്ലെ? ഡ്രൈവിംഗ് ആയി ഒരുപാട് ആൾക്കാർ ഡ്രൈവിംഗിന്റെ വീഡിയോ ഉണ്ടപ്പോ അതില് ഡ്രൈവിംഗിന്റെ വീഡിയോ ഇടിയും താത്ത ഡ്രൈവിംഗിന്റെ ഇടും. ഞങ്ങൾക്ക് എങ്ങനെ ലൈസൻസ് ഇട്ടിട്ട് പേടിച്ചെടുക്കണോലുണ്ടല്ലോ, അപ്പൊ ഓൽക്ക് വേണ്ടിട്ട് അങ്ങനെ ഇട്ടു 1-2 വീഡിയോസ്. അപ്പൊ ഓൽക്ക് നല്ല ധൈര്യമായി എന്ന് പറഞ്ഞാൽ മുറ്റത്ത് കൂടി തന്നെ അങ്ങനെ ഇട്ടിട്ട് പഠിച്ചുണ്ട്. അപ്പൊ കേക്ക് തുടങ്ങി, കേക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കിന്? കേക്ക് ഉണ്ടാക്കി ബേക്കറിക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞാല് പിന്നെ വേറെ എന്താ ഉണ്ടാക്കി? അത് കഴിഞ്ഞിട്ട് ഒരു ഓൺലൈൻ ബിസിനസ് നമുക്ക് വേറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടിയാൽ വരുമാനം വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലോട് കൂടി ചടച്ചു. അത് കുറച്ച് ആളുണ്ടാക്കണം, അതാരും പ്രൊമോട്ട് ചെയ്യണ്ട, ആരും പ്രൊമോട്ട് ചെയ്യണ്ട. അത് ഒരാളുണ്ടാക്കാൻ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് അത് നമ്മൾ ഒരാളെ ഉണ്ടാക്കണ പുറമല്ല, അതൊരു മുന്നോട്ട് പോകാത്തൊരു ബിസിനസ് ആണ്. ഇനി ഡ്രസ്സിന്റെ വീഡിയോസിലേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെലവാകുന്ന സാധനങ്ങൾ, അച്ചാറ്, അതൊക്കെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാണെങ്കിലും പഠിച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ പഠിച്ചില്ലല്ലോ? അല്ല, പഠിച്ചു പറഞ്ഞാൽ ആദ്യം കൊറേ പഠിച്ചാണ്ട് യൂട്യൂബിൽ നോക്കിയാണ് കൊറേ പഠിച്ചിരിക്കണു. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോ എങ്ങനെ വേണമെന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താനൊരു മനസ്സ് വേണം. അല്ലെങ്കിൽ അതിന് കഴിയാത്തവരെ തുടങ്ങി. ഇപ്പൊ ഇവര് മക്കളൊക്കെ സ്കൂളും ഇതിലൊക്കെ പോണടത്തൊക്കെ ഓരാരും അതിനൊന്നുമില്ല. ഇല്ല, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് അതും നോക്കണം. നമ്മളൊന്നും മാതിരല്ല, ആണുങ്ങളെ മാതിരല്ലോ. അവര് നോക്കണം, വീട് നോക്കണം, ഇതൊക്കെ നോക്കണം. അപ്പൊ അതൊക്കെ അതുകൊണ്ടാണ് ചോദിച്ചത് സപ്പോർട്ടിങ് ഒക്കെ എങ്ങനെയാന്നുള്ളത്. ഒരു ഗൾഫിലാണ്, ഓല അവിടുന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ട്. പൈസ വേണ്ടിന് പൈസ തരും. പിന്നെ എന്നോട് അറിഞ്ഞ കടം വീട്ടണം കേട്ടോന്ന് പറയും. ഇതിന്ന് വരുന്നുണ്ടല്ലോ, വരുമാനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അവര് പൈസ തരും. നമുക്ക് സാധനം ഇറക്കാനൊക്കെ ആദ്യം പൈസ തന്നു. പിന്നെ ഞാൻ കുറച്ച് ലോണ് മാതിരി ഇങ്ങനെ അടച്ചെടുക്കണം. ഇപ്പൊ അല്ല, കുറഞ്ഞ ഇപ്പൊ മാക്സിന്റെ അതിനൊക്കെ കുറഞ്ഞ മുതൽ മുടക്കലുള്ളൂ. ആദ്യം കുറഞ്ഞ മുതൽ മുടക്കുള്ളൂ. ഇപ്പൊ ഞാൻ ലക്ഷങ്ങൾ തന്നെ ഇറക്കിറക്കിയിരിക്കണ്. ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒന്ന് കയറി ഉഷാറായല്ലോ, എല്ലാരും അറിയുമ്പോ നമുക്ക് കുറച്ച് ഇതായി. പക്ഷെ പിന്നെ അതല്ല, നമ്മൾ കുറഞ്ഞ സാധനം കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലാഭം ഇത് കിട്ടൂലല്ലോ. ആദ്യം കുറച്ച് കൊടുന്നു, അത് പിന്നെ അധികം കൊണ്ടുവരാതെ നമുക്ക് ചെലവാവൂല. ആദ്യം വലിയ ലാഭം. മെയിനായിട്ട് ഒരു പരിപാടി ഉണ്ട്, പരിപാടി നിർത്താൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കണം. ഇല്ല, ഈ ഡ്രസ്സിന്റെ കട എന്ന് പറഞ്ഞാല് ഞാന് നടത്തിന്റെ പറയാണ്, നമ്മള് നിർത്തണം കരുതുമ്പോ നമ്മൾ ചില 50 മാക്സി, അതായത് മാക്സി വിൽക്കണമെങ്കിൽ 50 മാക്സി ഉണ്ടെങ്കിൽ 40 പോയി കൂട്ടിക്കോളെ. ഈ 10 നമ്മൾ ഒരാൾക്ക് കൊണ്ടുപോല. ഇത് ഓൺലൈനിലാണെങ്കിൽ ഓക്കെ, നമ്മളിത് കൊണ്ടെടുക്കന് വീടുകളുടെ. അപ്പൊ ഈ 10 നമ്മൾ കൊണ്ടുപോല അങ്ങനെ. അപ്പൊ ആൾക്കാരറിയാം അത് ഫുള്ള് ചെലവാണ്. നമ്മക്ക് നമ്മളെ മനസ്സറിയാലോ, അതേമാതിരി പലരും ഉണ്ടാവല്ലോ. അപ്പൊ 10 നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ല, നമ്മൾ വേറെ ഇറക്കണം. അതാണ് ഇത് നിർത്താൻ പറ്റില്ല. പിന്നെ ഈ 10 പോണെന്നുണ്ടെങ്കിൽ നമ്മളെ അയൽക്കാരെ സോപ്പിട്ട്, കുടുംബക്കാരെ സോപ്പിട്ടിട്ട് അങ്ങനെ നിർത്താം. അതിന്റെ ഒരു ബാക്കാണ് ഇപ്പൊ ഞാൻ കട തുടങ്ങാറുള്ളത്. പിന്നെന്താ വെച്ചാൽ ഇത് ഡെയിലി മോഡൽ മാറും. ഡെയിലി മോഡൽ മാറും. അപ്പൊ ആൾക്കാർക്ക് പഴയത് പറ്റില്ല. അപ്പൊ ഞാനൊരു ഐഡിയ അറിയാം, ഒരു ഓഫർ ഇട്ടാണ് കൊടുക്കുക. അപ്പൊ നമ്മളെന്നാലും നഷ്ടം വരൂലല്ലോ. നഷ്ടം വരൂല. പക്ഷെ അങ്ങനെ ഒരു ലാഭം കിട്ടൂല, നമുക്ക് നിർത്താൻ പറ്റാത്തൊരു സംഗതിയാണ്. പെട്ടെന്ന് നിർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കേടരൊന്നുമില്ല. അത് ശരിയാണ്, കേടുവരില്ല. എന്നാലും പക്ഷെ ലേഹ്യം അച്ചാറൊന്നും അതല്ല, നമ്മൾ ഓർഡർ കിട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പൈസ പോകും. ലേഹം പണിയുണ്ട്, കുറച്ച് പണിയുണ്ട്, കുറച്ച് മുതൽ മുടക്കുണ്ട്. നല്ല അത് മട്ടം പോലെ നയിറ്റില്ലാന്നുണ്ടെങ്കിൽ ഇത് മാതിരി ആവൂല. ആ സാധനം വേസ്റ്റ് ആവാത്ത പൈസ പോവും.
അത് നല്ലോണം അതിന്റെ ഒപ്പം നിൽക്കന്നെ വേണം, എന്ത് സാധനമാണെങ്കിലും കേടരാതെ. എന്നാലും ഇങ്ങനൊക്കെ ഇൻഷാല്ലാ പോവുണ്ടല്ലോ. അപ്പൊ ഞങ്ങളും ഇങ്ങനെ ഒരു താത്താനെ കണ്ടപ്പോ ഞങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാര്യങ്ങള് അറിയണം തോന്നി. കുറച്ച് കാര്യങ്ങള് നമ്മളും പ്രേക്ഷകരെ അറിയിക്കുക. ഇങ്ങനൊക്കെയാണ് ജീവിതം. കാരണം റീൽസ് മാത്രല്ലല്ലോ, റീൽസിൽ ആകെ 2 മിനിറ്റ് 5 മിനിറ്റ് റീൽസ് അല്ല റിയല്. അത് കുറെ ആൾക്കാർക്ക് അറിയില്ല ഇപ്പോഴും. പക്ഷെ അപ്പൊ നമ്മളിത് ഒപ്പിയെടുക്കാന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മള് കൂടുതലായിട്ടൊന്നും നമ്മള് ചോർത്തുന്നില്ല. ഞാൻ പബ്ലിക് ആക്കാനും താല്പര്യപ്പെടുന്നില്ല. അതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പബ്ലിക് അങ്ങനെ ഇറങ്ങണ്ട എന്നുള്ള ഉദ്ദേശമാണ്. പക്ഷെ ബിസിനസ് ഇതാവും വേണം. അതെ, എങ്ങനെ അങ്ങാടി കൂടി പോകും വേണം, എല്ലാരും ആനപ്പുറത്ത് പോകും വേണം, ആരും കാണും ചെയ്യരുത്. അവര് ലെവലിലാണ്. പക്ഷെ ഒരുവിധമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പത്തെ സാഹചര്യത്തിൽ പറഞ്ഞാല് എല്ലാവർക്കും വരുമാനം വേണം, അല്ലാതെ മുന്നോട്ട് പോകില്ല. അതെ, എല്ലാവർക്കും വരുമാനം വേണം. അപ്പൊ മുന്നോട്ട് അങ്ങനത്തെ അവസ്ഥ ആയിക്കണം ഇപ്പൊ. അപ്പൊ നിങ്ങളെ പിന്നെ ലേവമ്പാട് നമുക്ക് ഇതില് പരിചയപ്പെടുത്തല്ലേ. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ഒരാളും പാടെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ തന്റെ മോൻ. അപ്പൊ കാലിന് കാലിട്ടോ ചെറിയൊരു ഇഞ്ചറി ഉണ്ട് അല്ലേ? കളിച്ചതാ വീണതാ. അത് പറഞ്ഞു ചെറിയ സംസാരത്തില് ചെറിയൊരു ഇതുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പേര് പറയും. അദ്നാന്. ഉഷാറല്ലേ? ഇപ്പൊ കച്ചവടമൊക്കെ എങ്ങനെ ഉഷാറായിട്ട് കൊണ്ടെടുക്കുവോ? ഇപ്പൊ പറഞ്ഞ എനിക്കാണ് പറഞ്ഞു. പറയ്, ഇപ്പൊ എത്ര ക്ലാസ്സിലാ? 5-ല്. ചെറിയൊരു മടി ഉണ്ടോ? മടി പാടില്ല. കച്ചവടം വരുമ്പോ മടി പാടില്ല. ഷോപ്പൊക്കെ ഇടുമ്പോ ആൾക്കാരെല്ലാം നമ്മളിങ്ങനെ ആ പവറിൽ നിൽക്കണം. ഞാനൊക്കെ എന്റെ മതിയേനി, ഞാൻ ആരോടും മുണ്ടില്ലേനി, ഉണ്ടാത്ത മനസ്സിലേനി ഞാന്. ഞാനൊക്കെ ഇങ്ങനെ ഉഷാറായി. അപ്പൊ അങ്ങനെ ആവണം. നമ്മള് കച്ചവടം നമുക്ക് പൊടി പിടിക്കണം അല്ലേ? ഇങ്ങനെ ആടിയാ പോരാ, പറയണോ? പറഞ്ഞെടുക്കേ. ഓനെ ചെറിയൊരു മടിയുണ്ട്. അതിപ്പോ എല്ലാവർക്കും തന്നെയല്ലേ. നമ്മളാ ഇന്ന് കാണാണ് അല്ലേ? ഇന്നിപ്പോ കുറച്ചേരായിട്ടുള്ളൂ കാണുന്നത്. ഇതുവരെ നമ്മളിങ്ങനെ കഴിഞ്ഞ പോരും ചെയ്യും. അപ്പൊ ഇന്റെ കുറച്ചേരൊക്കെ നമ്മളെ ആൾക്കാരെ നമ്മള് കൊണ്ടോട്ടോ. നമ്മളങ്ങനെ അത്ര കമ്പനിയാണ്. നമ്മൾക്ക് എല്ലാരും ഉണ്ടല്ലോ, എത്ര കാണും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി മാക്സി മാത്രമാണോ അതോ ഡ്രസ് മൊത്തം ഉണ്ടോ? ഡ്രസ് മൊത്തമല്ല, ലേഡീസ് മാത്രം. ലേഡീസ് മാത്രം തന്നെ. ചുരിദാർ, പാർട്ടി വെയർ ചുരിദാർ ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഇറക്കിയതാണ്. മറ്റേ സാധാ യൂസ് ചെയ്യുന്ന ചുരിദാറാണ്. ഷോപ്പ് എടുക്കുമ്പോ ജെൻസിന്റെ ഉണ്ടാവോ? അത് ആലോചിച്ചിട്ടാണ്. ഷോപ്പ് എടുക്കുമ്പോ അത് വേണ്ടി വരുമല്ലോ. നമ്മള് പുറത്തുനിന്ന് ആളൊക്കെ വരുമ്പോ കുട്ടികളതൊക്കെ എല്ലാതും കൂടി ആയിട്ട് തുടങ്ങണം എന്നാണ്. ചെറുപ്പം പറഞ്ഞു കൊടുക്കേ. അതുണ്ടാവോ? ഇന്നിപ്പോ ഒരു ഇതല്ലേ, അതിലിപ്പോ ആരും കാണുന്നില്ല. ഇവിടെ നമ്മളെന്നല്ലേ ഉള്ളൂ. ചിരിച്ചാതെ പറഞ്ഞു കൊടുക്കേ. ഞങ്ങൾ പറഞ്ഞ കാണാൻ വന്ന് വർത്താനം പറയാം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഉഷാറാക്കണം. ഓക്കെ. എനിക്കൊരു സർഗാമിണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് നല്ല ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ ഉഷാറാവട്ടെ. ഇപ്പൊ നിങ്ങളെ ലേവമ്പാടല്ലേ? ലേവമ്പാട് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഇതാണ് നമ്മളെ ലേവം ഇങ്ങനെ തന്നെന്താ വെച്ചാല് ഇത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എന്നോട് പറഞ്ഞ വെച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയുന്നു. ഞാൻ ലേവം കഴിക്കലുണ്ട് വെച്ചാല് പെങ്ങളൊക്കെ പ്രസവിച്ചെടുക്കണ സമയത്തൊക്കെ കഴിക്കുന്നല്ല. കഴിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ആണോ നോക്കാം. അതൊക്കെ ഇപ്പൊ കൊറേ കാലായില്ലേ, നമ്മളിതിന്റെ ടേസ്റ്റ് അറിയാമെന്ന് അറിയില്ല. അപ്പൊ ബോട്ടില് കാര്യങ്ങളും ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. വീട്ടിൽ അല്ല അത് ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ ഓയിൽ വരുന്നേ, അത് ഓയിലും നെയ്യും പിന്നെ തേനൊക്കെ വരുന്നുണ്ട്, ഒക്കെപാട് വരുന്നതാണില്ലേ. അപ്പൊ അത് കൂട്ടിട്ട് അത് കൂടിയാവുമ്പോ എന്താണ് ഇതുണ്ടാവും, കേടരാതിരിക്കാനേ. അല്ല ഇത് അത് കൂടിയിട്ട് ഇത് വരകാൻ കഴിയുള്ളൂ. അല്ല കഴിക്കുമ്പോ ഇതിങ്ങനെ കഴിക്കുമ്പോ അതും കൂടി കൂട്ടി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവരും കുഴപ്പമില്ലാത്തവരും അത് ചെയ്യും. നമ്മളെ ലേയം കാണില്ലേ, കണ്ടോ? അടിപൊളി സാധനം ഞാൻ പറയണെങ്കിൽ ഞാൻ കഴിച്ചു വെക്കണം. കഴിച്ചു നോക്കിട്ട് പറ എന്താ അവസ്ഥ. നമ്മളെ ഇപ്പൊ പ്രത്യേകിച്ച് ആ ടൈപ്പല്ല, അതിനായിട്ടും ബെറ്റർ ആണെന്ന് ഞാൻ പറയും. മരുന്നിന്റെ ഇതിനൊക്കെ മണം ചോദിക്കണ്ടോ? എനിക്ക് ആ മണം ഉണ്ട്. ഇവിടെ പരിസരത്ത് വന്നപ്പോഴേ ഉണ്ട്. ഇവിടെ വന്നപ്പോ ലേഹത്തിന്റെ മണം ഉണ്ട്. പക്ഷെ ഈ പ്രസവിച്ചെടുക്കുന്നിടത്ത് വേറൊരു സ്മെല്ലാണ്. അങ്ങനത്തെ അത് ഒന്നായിട്ട് ഡൈറ്റ് ആകും. പക്ഷെ ഇത് കുഴപ്പമില്ല, മാഷാ അല്ലാഹ് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നില്ലേറെ ഒന്നുകൂടി അത് മരുന്നിന്റെ കയ്പും കാര്യവും ഉലുവന്റെ കയ്പൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് ആ ഒരു ഫീൽ ചെയ്തില്ല. അത്രയും മരുന്ന് വരുമ്പോ ഈ നാടൻ മരുന്നൊക്കെ വരുമ്പോ നല്ല കയ്പല്ലേ, കാരണം കഷായൊക്കെ വരും. നമ്മള് ഇതിപ്പോ ആര് തിന്നാലും ഇഷ്ടപ്പെടും. ഞാൻ അതിന് മധുരത്തിന് വേണ്ടി അതില് ഈത്തപ്പഴം, ബദാം, പിന്നെ അതേപോലെ തേന് ഒക്കെയാണ് അതിൽ വരുന്നത്. അതാ പറഞ്ഞത്. എനിക്ക്
ആ കയ്പോ അങ്ങനത്തെ അല്ല ആ മരുന്നുകളുടെ കുത്തറിയാതിരിക്കാനുള്ള ചില ലേഹങ്ങൾ തിന്നു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം തിന്നിട്ടില്ല, എന്നാലും നമ്മള് വീട്ടിലൊക്കെ നമുക്ക് സാമ്പിൾ ചെയ്യാലോ, നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടും, മണം കിട്ടുമ്പോ ഒരു വെറുപ്പാക്കാരം. പക്ഷെ ഇല്ല, അതില്ല. അതാ പറഞ്ഞാ എല്ലാവർക്കും തിന്നാ. ഇത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്കില്ല. എത്ര വയസ്സ്? ഒരു 16 വയസ്സ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അങ്ങനത്തെ ആൾക്കാർ നല്ല മരുന്നാളാണ് ആടുലേഹ്യത്തിൽ വരുന്നത്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മള് നട്സ് ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പിന്നെ ഇത്ര വലിയ മരുന്നുകൾ വരൂല. അത് പിന്നെ വലിയവർക്കും തിന്നാലോ, കുട്ടികൾക്ക് അത് എല്ലാവർക്കും തിന്നാം. കുട്ടികൾക്ക് പിന്നെ വലിയവർക്കും തിന്നാ, വലിയത് കുട്ടികൾക്ക് തിന്നാനില്ല, പറ്റൂല. ഇതിപ്പോ മെയിൻ ആയിട്ട് എന്തിനാണ് ഇപ്പൊ ആൾക്കാര് ഇങ്ങനെ പ്രസവത്തിന്റെ പ്രസവരക്ഷ? അതിപ്പോ ആരും അധികം വീട്ടിൽ ഉണ്ടാക്കണില്ലല്ലോ. ഇപ്പൊ 1-2 കിലോനൊക്കെ തിന്നും. അത് ഇപ്പത്തെ പെൺകുട്ടികൾ അധികം തിന്നൂല. അപ്പൊ ആരും അല്ലാതെ മേടിച്ചു. 2-3 കിലോ ഇതെന്നാലും എല്ലാരും തിന്നും. അതേ പറഞ്ഞേ. അപ്പൊ എല്ലാരും വാങ്ങിക്കോളും. പിന്നെ ജിമ്മിന് പോണവർക്കൊക്കെ പറ്റും. ബെസ്റ്റാണ്. അല്ലെങ്കിലും നമുക്ക് ഇതിപ്പോ തിന്നുമ്പോ പറഞ്ഞാല് എങ്ങനെ ഡെയിലിയോ ക്രിയാറ്റിനും പ്രോട്ടീനും ഒക്കെ കുത്തിക്കലക്കി തിന്നണ നേരെ ഒരു 2 സ്പൂൺ രാവിലെ ഭക്ഷണത്തിന് ശേഷം, വൈകുന്നേരം കിടക്കുമ്പോ ഭക്ഷണത്തിന് ശേഷം 2 നേരം കഴിക്കാം. ഡെയിലി 2 സ്പൂൺ. പിന്നെ ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഒരു 1-2 പാക്ക് തിന്നണം. ഒരു 1 തിന്നു മിച്ച് ഹെൽത്ത് ഒന്നും ഇല്ലാന്ന് പറയുന്നത്. നമ്മളെ എന്താണ് കാലിന്റെ മുട്ടുവേദന, ഊരവേദന, അതിനൊക്കെ പറ്റിയ നാടൻ മരുന്നിലില്ല മരുന്നുകൾ ഇതിൽ ചെയ്യുന്നുണ്ട്. നമ്മള് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാണ്ട് ബുദ്ധിമുട്ടണ്ട. അതെ. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നലും വരികലും ഒക്കെയാണല്ലേ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മടിയാണ്. ഒരു കോഴി വെക്കണമെങ്കിൽ തന്നെ നാടൻ കോഴിക്ക് ഇങ്ങനത്തെ മരുന്ന് വരെ. പക്ഷെ നമുക്ക് ആ കാര്യത്തിൽ ഇഷ്ടമാണ്. ചീരാകോഴിയൊക്കെ ഭയങ്കര രസമാണല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാനും ഇതിനൊക്കെ. ഇപ്പൊ ഈ കോഴി വാങ്ങിക്കൊണ്ടുവരാ വെക്കാന്നല്ലേ, കുക്കറിലിടാ, വിസിലടിക്കുക, അങ്ങനല്ലേ. അതേപോലെ അല്ലത് അങ്ങനത്തെ മരുന്നുകൾ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഒരുപാടുണ്ട് നമ്മള് ചോദിക്കാൻ. പക്ഷെ ഒരുപാട് ലെങ്ത് ആവുമ്പോ പിന്നെ ആൾക്കാർക്കും ചെറിയൊരു ചടപ്പക്കാരും വീഡിയോ കാണാനും. അപ്പൊ താത്താന്റെ ബിസിനസ് എന്ന് പറഞ്ഞാല് ഒന്ന് ലേഡീസ് ഓൺലി, പിന്നെ ചുരിദാറ്, മാക്സി കാര്യങ്ങളും, പിന്നെ എല്ലാവർക്കും പറ്റിയ ലേഹം. കുട്ടികൾക്കുള്ളതും ഉണ്ട്. ഇതിപ്പോ കാണുന്നത് വലിയവർക്കുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ള ലേഹവും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ താത്താനെ സപ്പോർട്ട് ചെയ്യാ, അതേപോലെ നമ്മളെയും സപ്പോർട്ട് ചെയ്യാ അല്ലെ. താത്താനെ സപ്പോർട്ട് കുറെ ആൾക്കാരുണ്ട്. അതുപോലെ നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മള് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ വരും. അപ്പൊ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ മുതൽ മുടക്കില് ചെയ്ത് വലിയ വലിയ ആൾക്കാരായ ഷോപ്പൊക്കെ പൊന്നാണ്. നിങ്ങൾ പറയും ഇതെന്താ അങ്ങനെ പറഞ്ഞത്, ഉഷാറായി എന്നുള്ളത്. അതെല്ലാരും പറയണ്ടേ, നമ്മളൊക്കെ പറഞ്ഞാ നടക്കും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഒരു പാഷനായിട്ട് ചെയ്താണ്. അതിപ്പോ നിങ്ങൾക്കൊരു പാഷനാണ്. പാഷന്റെ പുറത്ത് നമ്മള് വരുമാനം അതും കാണല്ലോ. മെയിൻ പാഷന് പക്ഷെ വരുമാനം രണ്ടും പാടെ വേണം. അല്ല പാഷൻ മാത്രമായിട്ട് ഇപ്പൊ നമ്മളൊരു പാഷനായിട്ട് തുടങ്ങണം. പക്ഷെ നമുക്ക് വരുമാനം പാടെ വേണം. എന്നാലാ ഇപ്പൊ നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പൊ ഒക്കെപ്പാടെ എല്ലാരും സപ്പോർട്ടും വേണം. അപ്പൊ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇവിടെ താഴേക്ക് ഇങ്ങനെ ഓടിക്കളിക്കണൊക്കെ ഉണ്ടാകും. അപ്പൊ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെ. ലേഹം ആവശ്യക്കാർക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഉണ്ടാക്കി വെച്ചത് ഇപ്പൊ നമുക്ക് ഉണ്ട്. അത് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ കഴിയും. കാരണം നമ്മളിപ്പോ ഈ വീഡിയോ ഇട്ടതിന്റെ മുമ്പ് ആൾക്കാർക്ക് വീഡിയോ കാണണ്ടേ. അപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് താത്ത വീഡിയോ ഇടുന്നു അറിയുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ ഇന്ന് വിളിച്ചാണെന്ന് ലേഹം വേണം പറഞ്ഞാൽ ചിലപ്പോ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഡ്രസ്സുകളും ഇങ്ങനത്തെ ഗ്രാഫ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടാവും. സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ നമ്പർ തന്നെയല്ലേ. എപ്പോഴും ഓൺലൈനിലും കാര്യങ്ങളും മെസ്സേജ് അയച്ചാൽ മതി. ഇനി രാത്രി കാലം വിളിച്ചു കണ്ട് തല്ലം ചെയ്യരുത്. ആൾക്കാർ വരാണ്ടത് നമുക്ക് നമ്പറാണ് കിട്ടി കഴിഞ്ഞാല് പെണ്ണുങ്ങൾ നല്ല. ഇനിയിപ്പോ ഞാൻ അതേമാതിരി അതാ പറഞ്ഞത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങള് ഈ വീഡിയോ എടുത്താണ്ട് കുറെ നേരം വൈകി ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ഇവിടെ വെച്ചാണ്ട് നിർത്താണ്. അപ്പൊ എല്ലാരും ഒക്കെ കൂടി സപ്പോർട്ട് ചെയ്യാ അല്ലെ. അപ്പൊ ടാറ്റ ബൈ ബൈ.